ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. നമ്മളൊരു ചേസിങ് അല്ല, നമ്മളൊരു സാധനം എടുക്കാൻ വന്നതാണ് ഈ പോലീസ് സ്റ്റേഷൻ. എന്നുവെച്ചാൽ ഈ കിടക്കുന്ന ബസ് കണ്ടോ? നമ്മളെ ബസ് ഒരു പോലീസുകാരെ വന്ന് ചേസ് ചെയ്ത് കൊണ്ടുപോയി. എന്നുവെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബസ്സിൻ്റെ കളർ മാറ്റി. ഇതൊരു പച്ച കളർ ബസ്സായിരുന്നു. അതിൻ്റെ കളർ മാറ്റി, RC ബുക്കിൽ കളർ മാറ്റി കൊടുത്തില്ല. എൻ്റെ പേരൊന്ന് അലോകെന്ന് ഫ്രണ്ടിൽ കൊടുത്ത്, അതിനും പ്രശ്നം. അപ്പോൾ ഒരു പറയുന്നത് ശരി, അത് ഞാൻ RC ബുക്കിൽ മാറ്റിയ. അപ്പോൾ ഒരു 12,000 രൂപ ടാക്സ് ഉണ്ട്, അത് ഞാൻ അടച്ചാൽ മതി. പക്ഷെ അയാൾക്ക് 2 ലക്ഷം റുപ്യയും വേണം, 12,000 റുപ്യയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ? ഈ വണ്ടി അങ്ങോട്ട് തൂക്കിയെടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിതാ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു VIP പോലെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ പോലീസുകാർ ഇവിടെ ഇല്ല, ഒരു ട്രിപ്പ് പോയതാ. അപ്പം അതിലൊരു ബസ്സാണ് ഈ പച്ച ബസ്. ഇതിൽ ആൾക്കാർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രിസൺ റൂമിലൊരു റൂമുണ്ട്. അവിടെ താക്കോലുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പോലീസുകാരന് പൈസ കൊടുത്ത് റെഡിയാക്കിയപ്പോൾ നമുക്ക് താക്കോൽ അയാൾ എനിക്ക് തന്നു. ഇപ്പോൾ ചെറിയ വീഡിയോ ആവാൻ ചാൻസ് ഉള്ളൂ, വലിയ വീഡിയോ ആവാനും ചാൻസ് ഇല്ല ഗൈസ്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ വീഡിയോ, പുതിയ വീഡിയോ ആണ്. അത് നിങ്ങൾ എന്താണ് ഗൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാത്തത്? നമ്മൾ പല വീഡിയോയിൽ 1 മില്യൺ ഒക്കെ കണ്ടില്ല. അപ്പം നമുക്ക് ഒരു പ്രിസൺ റൂമുണ്ട് ഗൈസ്. നമുക്ക് പാസ്വേഡ് അടിച്ച് റെഡിയാക്കാം ഗൈസ്. നമ്മൾ പാസ്വേഡ് അടിച്ച് തുറന്നുണ്ട്. താഴേക്കൊരു വീണ്ടും റൂമുണ്ട്, അതിൻ്റെ പാസ്വേഡും അടിച്ച് റെഡിയാക്കണം. ഇത് പാസ്വേഡ് അല്ല, പാസ്വേഡ് തന്നെയല്ലേ? അതേ പാസ്വേഡ് തന്നെ ഇവിടുത്തെ ഈ റൂമിലാണ് ഈ താക്കോൽ. തുറക്കണം ഗൈസ്. നമുക്ക് താക്കോലെടുത്ത് വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടീൻ്റെ താക്കോലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം ഗൈസ്. വണ്ടി അൺലോക്ക് ആയി. മെല്ലെ ബസ്സൊക്കെ ശിവന്മാർ ഡോറ് പോലും അടച്ചില്ല. അല്ല നായ്ക്കളോ അല്ല എന്താ പൂച്ചയോ ഒക്കെ ഇങ്ങനെ കയറിയാൽ കുടുങ്ങലും. നമ്മളിപ്പോൾ വണ്ടി എന്തായാലും നല്ല ഇതിൽ പറ്റിയിട്ടുണ്ടോ? കാരണം അവന്മാർ സ്റ്റാർട്ടിൽ ഇട്ടിട്ടാവണ്ടേ. ഇത് 2-3 ദിവസമായി ഇവിടെ പിടിച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിലാണ് ഗൈസ്. നമ്മൾ പോലീസുകാരുടെ പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. ഈ ബസ്സിന് ഇവിടെ വെക്കുന്നത് സേഫ് അല്ല. ഇപ്പോൾ എൻ്റെ വീട് ഒരു ഐസ്ലാൻഡിലുണ്ട്. ആ വീട്ടിലേക്ക് ഞാൻ ഈ വണ്ടീനെ ഇനി കൊണ്ടുപോകാൻ പോവാം. അതേ ഇനി വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഐസ്ലാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് പണി കൊടുക്കും ഗൈസ്. അത് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കും. അയാൾ പണിയാന്ന് നമുക്ക് ഒരു 12,000 റുപ്യക്ക് നമ്മൾ അടയ്ക്കാന്നൊക്കെ നമ്മളോട് പറഞ്ഞ്. പിന്നെന്താ അയാൾക്ക് പ്രശ്നം എന്നാ എനിക്കറിയാത്തത്. എനിക്കത് അയാൾക്ക് നമുക്ക് ബാക്ക് എടുത്ത് പോകണമല്ലോ ഗൈസ്. അയാൾ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടി ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്താണ്, എൻജിനൊക്കെ ട്യൂൺ ചെയ്ത വണ്ടി ആയതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ചിടുന്നത്. പിന്നെ അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ ഒന്നും ചെയ്തില്ല, നിങ്ങൾ പേരടിച്ചുകൊണ്ട് അതിൻ്റെ ടാക്സും കൂടി നിങ്ങൾ അടച്ചില്ല. അതുകൊണ്ടാണ് 2 ലക്ഷം റുപ്യ ബില്ലിട്ടത്. അത് എവിടുത്തെ നിയമമാണ് ഗൈസ്? നിങ്ങൾ പറ, എവിടുത്തെ നിയമമാണ് ഗൈസ്? ഗൈസ്, ഈ വണ്ടി നമ്മൾ പണിയിച്ച് ഇറക്കിയിട്ട് ആ പോലീസ് സ്റ്റേഷന് മുമ്പ് വന്നിട്ട് 2-3 ബസ് ട്രിപ്പ് പോവും, ടാക്സ് ഫുള്ളടയ്ക്കും. ഇയാൾ പറയുന്ന പോലെ ടാക്സ് അടയ്ക്കണമല്ലോ. പിന്നെ ഒരു ടൂറ് പോയതാണ് ഗൈസ്, അതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങും. ഗൈസ്, അയാളെ പേരെന്ന് വെച്ചാൽ അരുണന്താണ് ഗൈസ്. അരുണന്ത് എന്ന് പറയുന്ന ഒരു ചെക്കനാണ്. നമ്മളെ വണ്ടി പോലീസുകാരനാണ് ഗൈസ്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയത്. നമ്മൾ ചേസ് ചെയ്തിട്ടാണെങ്കിലും അവൻ്റെ കുടുംബത്തിന് നമ്മൾ ചമ്മന്തിയാക്കും, ഉറപ്പാ. കുടുംബത്തിന് വേണ്ട, നമ്മൾ അവൻ്റെ പോലീസ് തൊപ്പയെ കൂടെ തെറിപ്പിച്ചാൽ മതിയില്ലേ? റെഡി ആയില്ലേ? ഇങ്ങോട്ടാ കയറ്റുന്നത്. ഈ റോങ് വേ ആണോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അപ്പം അയാളുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി ഉണ്ടാവില്ല, പ്രിസൺ റൂമിൽ താക്കോലും ഉണ്ടാവില്ല. അയാൾക്ക് ചേസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഒരു ട്രിപ്പ് പോലും ഇല്ല. അയ്യോ, മാറിപ്പോയി. ഇനി ഈ വണ്ടി എത്ര ശ്രമിച്ചാലും
ഞാൻ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ട്രാവൽസ് എന്നൊക്കെ മാറ്റും. കളർ ഫുൾ വൈറ്റും ഫുൾ ലൈറ്റ് വർക്കും ചെയ്ത് ഇറക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് കാത്തിരുന്നോ, നമുക്ക് ഇറക്കാം. ഗൈസ് വണ്ടി ബ്രേക്ക് പിടിച്ചു പോവാം. ബ്രേക്ക് പിടിച്ച് നല്ല സ്കിഡാവണ്ടേ. നമ്മൾ ഹൈവേ കൂടെ കയറില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ബസ് ട്രിപ്പ് തുടങ്ങും. നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്തോ, മോഡിഫൈ ചെയ്തില്ലെങ്കിലും നമ്മൾ വണ്ടി പേര് മാറ്റിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇറക്കിയിട്ട് വേണമെങ്കിലും നമ്മൾ 2-3 ബസ് ട്രിപ്പ് പോയാലേ അടങ്ങത്തുള്ളൂ. ഇപ്പം തന്നെ കുറേ ബസ് ട്രിപ്പ് ഞാൻ ബസ് മോഡ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ബസ് ട്രിപ്പ് ഇതാ പിന്നെ ഫോണിലാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാ കുറേ 3 ബസ് ട്രിപ്പ് വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ നമ്മൾ ചെയ്യൂ. എൻ്റെ ഈ വണ്ടിയും വെച്ചിട്ട് അത് നമ്പർ പ്ലേറ്റും വെക്കൂ ഞാൻ. പിന്നെ ഇപ്പം ഞാട്ട യൂണിഫോമാണ് പോലീസിൻ്റെ. ഇതൊരുത്തേക്ക് വടയ്ക്ക് എന്നാണ്. ഇതൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഫുൾ VIP ലുക്കിൽ ഇതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യും ഗൈസ്. ഡ്രസ്സ് ഇതൊക്കെ പണക്കാരൻ ലുക്കിൽ എന്നുവെച്ചാൽ ഒരു ഡ്രൈവറിൻ്റെ ലുക്കിൽ വന്നിട്ട് ഈ വണ്ടി ഞാൻ ഓട്ടും. അത് ഞാൻ ഉറപ്പ് തരണേ. ഈ വണ്ടി അത്ര ടൂണൊന്നും ചെയ്തില്ല. ആകെ എന്തോ സൈലൻസറും അങ്ങനെ എന്തോ മാറ്റിയിട്ടുള്ളൂ. അതിന് അപ്പം ചാടി കളിക്കുന്ന അയാൾക്കിട്ടൊരു പണി കൊടുക്കും ഗൈസ്. പണിയെന്ന് വെച്ചാൽ ഇയാൾ ഈ വണ്ടിക്ക് ഇതെടുത്തിട്ടുണ്ട്, കസ്റ്റം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി പൊല്യൂഷൻ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് 3-ാം തീയതി എന്ന് വെച്ചാൽ ഒക്ടോബർ. ഇന്നിപ്പോൾ ഡേറ്റ് ഇന്നിപ്പോൾ എത്രയാണ്? 15. 17-ന് ഈ ബസ് കോടതിയിൽ എത്തിക്കണം. അത് അയാളെ കൊണ്ട് പറ്റണം. എന്നാലേ അയാളെ തൊപ്പി തെറിക്കൂല. അല്ലെങ്കിൽ ഫയലും മാനേജ് ചെയ്തിട്ട് അയാളെ തൊപ്പി തെറിക്കും. എന്താണ് നമ്മളെ വീട്. നമ്മൾ നേരെ കയറാൻ പോവാ. കേറ്റില്ലേ നമ്മളെ പേര് കാണാണ്ടൊക്കെ വേണ്ടി. ഐസ്ലാൻഡിലേക്ക് ഇപ്പോൾ ഒരു കേസും വരാണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ ബസ് ഞാൻ ഗ്യാരേജിൽ കയറ്റാൻ പോവാ. ഗ്യാരേജിൽ കയറിക്കോ. നമ്മളെ ബസ് ഗ്യാരേജിൽ കയറൂല. ഒന്ന് ബാക്ക് എടുത്തേക്കാം. ബാക്ക് എടുത്ത് നേരെ കാട്ടിലേക്ക് ഇടിച്ച് കയറ്റിയേക്കാം. ആ ലൈറ്റ് ട്യൂബ് അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നേരെ കാട് കയറ് ഇവിടെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോളം നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തതുകൊണ്ട് സബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ വീഡിയോ കാണുന്നവർ ചാനൽ സബ് ചെയ്താൽ നോട്ടിഫിക്കേഷനും കൂടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.